ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമായിരുന്നു വിശ്വസിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വ്ളോഗ് എടുക്കുന്നത്. ഏകദേശം ഒരു 1.5 മാസമായിട്ടുണ്ടാവും. ഒരു പാർക്കിങ്ങിൽ നമ്മുടെ വണ്ടി ഇറക്കുന്ന ഒരു സൗണ്ട് ഇപ്പൊ നിങ്ങൾ കേട്ടത്. നല്ല ഒരു വിദഗ്ധമായ ആരോ ചെയ്തൊരു പാർക്കിംഗ് ആണ്. അതെ, അതുകൊണ്ട് നമ്മളെ വണ്ടീന്റെ അടി തട്ടയില്ല, മുട്ടയില്ല, തീരെ തട്ടാറില്ല. എന്താണ് പ്രത്യേകിച്ച് നീ ഇരിക്കുന്ന സൈഡ് അവിടെ ഇച്ചിരി വെയിറ്റ് കൂടുതലാണ്. പ്രശ്നം. നമ്മളെ വ്ളോഗിന്റെ ഇന്നത്തെ ഉദ്ദേശം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെയാണ് അധികം സ്പെൻഡ് ചെയ്തൊരു സ്ഥലമാണ് കൊച്ചി. കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറെ സംഭവങ്ങളൊക്കെ സംഭവിച്ചു. അതൊക്കെ പയ്യെ നമ്മള് പറയാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. സോ ടുഡേ നമ്മുടെ വ്ളോഗ് മെയിനായിട്ട് ഞാൻ എന്തിനാ ഇന്ന് തന്നെ എടുക്കാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ കൊച്ചിയിലെ ലാസ്റ്റ് ദിവസമാണ്. നാളെ എൻ്റെ ഫ്ലൈറ്റ് ആണ്. അപ്പൊ ഇന്ന് കുറെ കാര്യങ്ങൾ പെൻഡിങ്ങിൽ വെച്ചൊക്കെ ഉണ്ടായിരുന്നു, അത് ചെയ്യാന്ന് വിചാരിച്ചു. അതിൽ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് കഞ്ഞി കുടിക്കാനാണ് പോകുന്നത്. ഒരു കഞ്ഞീന്റെ കൂടി എന്റെ പൊന്നെ. സോ നമ്മള് കഞ്ഞി കുടിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്താ കഞ്ഞി കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനുശേഷം എനിക്ക് നടക്കാൻ വയ്യ, എൻ്റെ കാല് പൊളിഞ്ഞു പോച്ചു. കഴിഞ്ഞ ആഴ്ച ഇതേ ദിവസമല്ല വെള്ളിയാഴ്ച 30-ാം തീയതി, ജൂലൈ 30-ാം തീയതി ഞാൻ കാണിക്കാം. അപ്പൊ 30-ാം തീയതി ഞാൻ തിരിച്ചു ദുബായ്. അടിപൊളി. എന്റെ ഡ്രൈവർ എന്നെ ഇറക്കിയ സ്ഥലം നിങ്ങൾ കാണുമോ? ഇവിടെ ഞാൻ എങ്ങനെ ഇറങ്ങും? മറ്റേ പുലിവാൽ കല്യാണത്തില് നമ്മുടെ കൊണ്ടുവന്നെ ഹായ് ദോനോ ഞാൻ കൊണ്ടുപോട്ടെ. അതൊന്നും വേണ്ട, എനിക്ക് പറയാവുന്ന കാര്യത്തിലൂടെ പറ്റുന്നില്ല. എന്നെ ഇറക്കിയിട്ടൊന്ന് ഒതുക്കോ പ്ലീസ്. അപ്പൊ എന്റെ കാല് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. വെള്ളം തന്നെ, ഫുള്ള് വെള്ളം. എനിക്ക് കാല് നനയ്ക്കാൻ പറ്റത്തില്ല, കാല് മുറിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, പിന്നും അഡ്ജസ്റ്റബിൾ ആണ്. വിജയിച്ചു. എനിക്ക് പറയാവുന്ന ടോപ്പിക്ക് ഞാൻ വിട്ട് പോകുന്നു ഗൈസ്. ലാസ്റ്റ് വീക്ക് കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നൊരു ചെരുപ്പ് വാങ്ങിച്ചായിരുന്നേ, അത് ഞാൻ കാണിക്കാം. കണ്ടോ, ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ചെരുപ്പാണ് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇട്ടതിന്റെ ഫസ്റ്റ് ഡേ പുറത്തൊക്കെ പോയി കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അതിനുശേഷം ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ ഒരു മിനിറ്റ്, എയർപോർട്ടിൽ പോയപ്പോൾ എൻ്റെ കാല് ഈ അവസ്ഥയിലായി. കുറച്ച് ദിവസം മരുന്നൊക്കെ ഇട്ട് ഞാൻ വെളിയിൽ പോലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പ് വാങ്ങിക്കാൻ എനിക്ക് പറ്റിയില്ല. ഇതാണ് നമ്മുടെ കഞ്ഞിക്കട കേട്ടോ. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കഞ്ഞി കുടിക്കുന്ന സ്ഥലം, എടപ്പള്ളിയിലുള്ള. അതെ, ഇവൻ സ്ഥിരം കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നത്. ദ ബ്ലഡി കഞ്ഞി. അപ്പൊ ഞാൻ എയർപോർട്ടിൽ ഈ ചെരുപ്പിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ലേറ്റായി പോയതുകൊണ്ട്, എനിക്ക് ഒരു ചാടി കുത്തി മറിഞ്ഞത് കൊണ്ടൊക്കെ കാലിങ്ങനെ ആയിപ്പോയതാണ്. പിന്നെ ഞാൻ ഒരു 3-4 ദിവസം പുറത്തിറങ്ങിയിട്ടില്ല. അപ്പൊ ഇന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നേരെ പോകുന്ന ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ ആംബിയൻസ് ഒക്കെ കാണിക്കാൻ വലിയ സെക്ഷനില്ല, ചുമ്മാ അങ്ങനെയല്ല. കുറച്ച് സ്പേസ് ആണെങ്കിലും എപ്പോഴും ഭയങ്കരമായിട്ട് ആൾക്കാരുണ്ടാവുന്ന ഒരു സ്ഥലമായിട്ട്. ദിവസം തുടങ്ങി എന്നൊക്കെ പറയുമ്പോ പറയണ്ടോ. അത് ഇന്നലെ രാത്രി ചെരുപ്പ് വാങ്ങിയാൽ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയി. പക്ഷെ ഞാൻ റൂമിൽ വരാൻ വേണ്ടി അതുകൊണ്ടാണ് ആദ്യം തൊട്ട് ഇതിലൊന്ന് ഇരിക്കട്ടെ. 2 ടൈപ്പ് കഞ്ഞി കിട്ടും, ചൂട് കഞ്ഞിയും പഴങ്കഞ്ഞി. ഞാൻ ഓൾറെഡി ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുന്ന പനിയായിട്ടിരുന്ന സമയത്ത്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഫ്ലൈറ്റ് കയറാൻ എയർപോർട്ടിൽ പോയിട്ട് വീണ്ടും ഞാൻ പോകുന്ന കാര്യം എന്തുകൊണ്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, ഫ്ലൈറ്റ് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. തിരിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ ഷെഡ്യൂൾ ചെയ്തു. ഇതെന്ത് സാധനം? അത് വേണ്ട കേട്ടോ. നിങ്ങക്ക് വേണോ പാർട്സ്? ഓംലേറ്റ് തന്നോട്ടോ. മീനോട് തന്നെ കോഴി. ഒരു സിംഗിൾ കോഴി മതി. ഓൾറെഡി ഒരു കോഴി ഉണ്ടല്ലോ. സംഭവം നമ്മള് കുടിക്കുന്നത് കഞ്ഞിയാണെങ്കിലും അതിന്റെ സൈഡ് ഡിഷ് എന്നൊക്കെ നോക്കിക്കേ. അങ്ങനെ എടുത്ത് വായിക്കാത്തിട്ടായിരുന്നു. എന്ത് പറയുന്നു അതിനെതിൽ? ഇത് ചിക്കൻ്റെ തോരനാണ്. ഇത് നമ്മുടെ നെത്തോലി. ഇത് കൂന്തൽ. ഇത് കാടയാണ് കേട്ടോ. കാണുമ്പോൾ എനിക്ക് വലുതായിട്ട് ഫീൽ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ മുട്ടയായിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ കോംബോ ആയിട്ട് കിട്ടുന്ന പയറ്, പപ്പടം, ഇതൊക്കെ അൺലിമിറ്റഡ് ആണ് കേട്ടോ. കഞ്ഞി ഉൾപ്പെടെ അൺലിമിറ്റഡ്, എത്ര വേണമെങ്കിൽ വാങ്ങിക്കാം. പിന്നെ ഇതിനൊക്കെ 50 രൂപ വെച്ചിട്ടാ. നോട്ട് ബാഡ്. ക്വാണ്ടിറ്റി കൂട്ടണം. ശരിയാ. അതുകൊണ്ട് ചെറുതായിട്ടുണ്ട്. ഓംലെറ്റിൽ വന്നേ. എനിക്ക് പപ്പടം വേണ്ട കേട്ടോ.
ഇനി ചോദിക്കരുതെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ പയർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കാറുണ്ട്. ഇതുകൊണ്ട് എൻ്റെ കഞ്ഞിൽ ഫുള്ള് പയറാ, ഞാൻ എടുത്തിട്ടതാ. ഉടനെ പറഞ്ഞോളൂ. പറഞ്ഞോ. എന്റെ ഉള്ളിൽ ഞാൻ കഴിച്ചെടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഓംലെറ്റ് കഴിച്ചോക്കെ. ഇതെന്തുവാ? ഒരു മനുഷ്യന്മാരെ ഞങ്ങൾ തിന്നുന്നത് തീരെ വിശപ്പില്ല. ഈ സമയം കൊണ്ടിക്കൊണ്ട, കാരണം സ്വാഭാവികമായിട്ടും കഴിക്കേണ്ട സമയം 2 മാക്സിമം 1:30 2 മണിക്ക് ഇടയ്ക്ക് കഴിക്കണം. നമ്മളിപ്പോ 3:30 മണിയാണ്. അതല്ല, ഇതെന്താ ചോദിച്ചേ? ഇതെന്റെ ഫേവറേറ്റ് അല്ലേ, പപ്പടം. അമ്മയുടെ കുട്ടിത്തരം എന്റെ സ്ഥിര കസ്റ്റമേഴ്സിന് അങ്ങനെ ചില ഷോപ്പുകൾ നമുക്ക് പ്രത്യേക ഒരു ആനുകൂല്യങ്ങൾ കിട്ടും. അത് കണ്ടില്ലേ, വന്ന് എനിക്ക് തട്ടിത്തരും. അതെ, ഞാൻ കണ്ടെന്താ വാങ്ങിച്ചിരുന്നു. എന്തെന്നാ ഇവിടെ പറയുന്നത് സ്വന്തമായിട്ട് തന്നെ അവകാശപ്പെടുന്നത് കൊച്ചിയിലെ ഏറ്റവും മികച്ച കോഫിയാണ്. എവിടുത്തെ കോഫി? ഖൈബറിലെ. അങ്ങനെയല്ല, ഞാൻ കുടിച്ചിട്ടുള്ളതിൽ 2 കോഫി എനിക്ക് ഇഷ്ടമാണ്. ഒന്ന് ടോൾ തട്ടുകളിലുള്ളതും പിന്നെ ഈ ഖൈബറിലുള്ളത്, എടപ്പള്ളിയിലുള്ള. എനിക്കിഷ്ടമാണ്. ബാക്കിയുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. അതിസാഹസികമായി ആ കഞ്ഞി തീർത്തിരിക്കുകയാണ്. ഈവൻ അവിടത്തെ ഏകദേശം ഒരു 10-30 പപ്പടം വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ നിന്ന് 1 കിലോ പയറും വാങ്ങിച്ചിട്ടുണ്ട്. അതിന്റെ പൈസ കൊടുത്ത് നമ്മൾ ഇറങ്ങിയത്. ആക്ച്വലി ഇത് അല്ല, അവരവസാനം പറഞ്ഞ് ഇങ്ങനെ പയറും ഇത് തിന്നാണ് പടച്ചോടത്ത് ഇവിടെ ഞങ്ങളെ ഉപദ്രവിക്കരുത്, ഞങ്ങള് പാവങ്ങൾ ചെറിയൊരു കഞ്ഞക്കട നടത്തി ജീവിക്കുന്നവരാ, ഉപദ്രവിക്കരുതേ എന്ന് പറഞ്ഞു. അതെന്താ അറിയോ, അത് അൺലിമിറ്റഡ് അല്ലേ? നീ ഒന്ന് ആലോചിച്ച് നോക്ക്, 2 പേര് വന്ന് 7 കറി മേടിക്കുന്നത് ദുനിയാവിൽ നമ്മൾ മാത്രമേ കാണുള്ളൂ. എന്നിട്ട് അവര് നമ്മൾ ഉപേക്ഷിക്കുവോ? അല്ല, ഞാൻ സ്ഥിരം പോകുന്നൊരു കടയാണ്. അതെ, വയറ് കണ്ടു നമ്മൾ രണ്ടാള് സെയിം കളറ് എന്നും ഞങ്ങളിങ്ങനെ സെയിം കളറാ. എന്താണോ ഞാൻ പോയി ഇത് മേടിച്ചോണ്ട് അവിടെ ഒരു കോഫിയും കൂടെ കുടിച്ചിട്ട് പോകാന്ന് വെച്ചു. എനിക്കിന്ന് വേറൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ അന്താരാഷ്ട്ര പ്ലാൻ. ആ പ്ലാനിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസം ഇങ്ങനെ കൊച്ചിയിൽ വരുമ്പം ഞാൻ അവരെ വിളിച്ച് ഇവരെ ചോദിക്കാൻ വേണ്ടി നോക്കും. അവരെനിക്ക് റിപ്ലൈ തരുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്ത് എത്തും. വീണ്ടും ഞാൻ മെസ്സേജ് അയക്കും. വീണ്ടും റിപ്ലൈ തരുമ്പോഴത്തേക്ക് ട്രിവാൻഡ്രം എന്നുള്ളൊരു സെറ്റപ്പിലായതുകൊണ്ട് ഇന്ന് ഞാൻ അത് ചെയ്തിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഗൈസ്. അത് മാത്രമല്ല, കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ ആ ഒരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ ഉമ്മ എനിക്ക് അതിനുള്ളൊരു എന്താ പറയുക, സമ്മതം എന്ന് പറഞ്ഞാൽ ഒരു ക്ലീശയായിപ്പോൾ. കാരണം ഞാൻ ഉമ്മയുടെ ഇഷ്ടത്തിനും ഉമ്മയുടെ സമ്മതം നോക്കിയിട്ടല്ല എല്ലാ കാര്യവും ചെയ്യുന്നത്. എന്നാലും ഒരു പ്രാവശ്യം ഞാൻ ഉമ്മ പറഞ്ഞിട്ടൊരു കാര്യം ചെയ്യേണ്ടെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ചെയ്ത സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തീരുമാനിച്ചാണ് ഉമ്മ ഈ കാര്യത്തിൽ എതിര് നിൽക്കുന്നതുകൊണ്ട് ഇത് ചെയ്യരുതെന്ന്. പക്ഷെ ഞാൻ കയറുന്നതിന് പോലും ഉമ്മനെ വിളിക്കും. ഉമ്മയുടെ റിയാക്ഷൻ എന്താണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല, ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം എത്തിയിട്ട് നമുക്ക് വിളിച്ച് തീരുമാനം അറിഞ്ഞതിന് പുരോഗമിച്ചോണ്ടിരിക്കുകയാണോ? അതെ, ഒരു 8 വർഷത്തെ കഥ പറഞ്ഞോണ്ടിരിക്കുക. അത് കഴിക്കുന്നു ഇത് പോകുന്നു. പ്രേക്ഷകരെ, നിങ്ങൾ കാണും എന്റെ മസിൽ. ഓ മൈ ഗോഡ്. മഴ കാരണം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. മഴ കാരണം മാത്രമല്ല, എന്റെ കാല് പ്രശ്നമായിട്ടില്ല. ഞാൻ കാണിക്കട്ടെ. അല്ല, ഒരു കാര്യം നീ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ എനിക്കിത് കാണിക്കാൻ പറ്റില്ല. ഇങ്ങോട്ടൊന്നും വന്ന് ഇവളുടെ കരവരുത്. എന്റെ ഒരു പുതിയ പാന്റിനെ നശിപ്പിച്ചിട്ടുണ്ട് ഗൈസ്. അടിപൊളി. ഞാൻ ഭയങ്കര കോഫി പ്രാന്തിയാണ്. ഈ കോഫി അഡിക്ഷൻ നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. വൈ യു ലൈക്ക് ദിസ്? ഈ വ്ലോഗ് ഞാൻ തുടങ്ങി എന്തൊക്കെ പറഞ്ഞിട്ടാന്ന് എനിക്ക് ഒരു ബോധവും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് എന്തൊക്കെയാ ഇതിൽ പറഞ്ഞു കൂട്ടിയെന്നുള്ളത്. ഇവന് പുതിയ ഡ്രസ്സാ. ഇതിൽ കൂടി പയ്യെ പോകണേ വണ്ടി ഇവിടെ നിർത്തിയിടണം. എന്താ ചെയ്യണ്ടേ? എന്തരോ വരട്ടെ ഇനി എന്തര് വരാനാ. അടുത്തിട്ട് ഞാൻ പോകുന്ന എവിടെയെന്നറിയോ? ഞാൻ ചെരുപ്പ് വാങ്ങിക്കാൻ പോവാണ്. എനിക്കൊരു പാൻറ് എടുക്കണം. ഒരു വെടിക്ക് 2 പക്ഷി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന്റെ പേര് സൂഡിയോ. ഓ മൈ ഗോഡ്. ലെറ്റ്സ് ഗോ. സ്വയംവരത്തിന് കൊണ്ടിരുത്തുന്ന കണക്കാ പറയുന്നത്. നിനക്ക് തിരഞ്ഞെടുക്കാന്ന്. അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ചെരുപ്പ് എനിക്കല്ലേ തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ. ഒരു നോർമൽ അത്യാവശ്യം നടക്കാൻ സുഖമുള്ളൊരു ചെരുപ്പം മതി. നോർമൽ അല്ല, നിനക്ക് അവിടെ പോയ എല്ലാത്തിനെയും കൂടി ഇടാൻ പറ്റുന്നുണ്ട്.
ഇത് ഇഷ്ടമായി. ഇതാകുമ്പോൾ കുറച്ച് നടക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ബ്ലാക്ക് ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇവിടെ. അതും കൊള്ളാം. ഒന്നും വേണ്ട. എന്റെ ചെറിയ വിരല് വെളിയിൽ കിടക്കുക. എന്തൊരു മിസ്റ്റേക്ക് പോലെ. 40 നിന്റെ ആണ് 41 ഓരോ കമ്പനിക്ക് ചിലപ്പോൾ ചെറിയ വ്യത്യാസമൊക്കെ വരും. 41 വരെ ഇതെങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ. സിമ്പിൾ ബട്ട് പവർഫുൾ. എല്ലാത്തിൻ്റെ കൂടി ഇടാം. വൈറ്റാ. അതെ, ഇത് നമുക്ക് ട്രൈ ചെയ്യാം. അത് 39 കയറോന്ന് അറിയില്ല. പക്ഷെ അത് വിലയില്ല കേട്ടോ. ലോക്കലാ. 2 എടുത്തോ. 3 എടുത്തോ. ഇതൊന്നും എടുത്തോ. ഇതിനൊക്കെ അവിടെ പോകുമ്പോൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാം. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ വെളിയോട്ടൊക്കെ പോകണമെങ്കിൽ എന്തിനും റഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കാന്ന്. അടിയൻ ഇത് കൊള്ളാല്ലേ. റഫ്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. ഇതെടുക്കുന്നു. ഇതെന്താ വൈറ്റ് വേണം ഇപ്പൊ ഇടാനാ? ഇവരിത് എടുത്തിട്ട് വരുവാണെങ്കിൽ എനിക്കൊരു സാധനം നിങ്ങളെ കാണിക്കാനുണ്ട് ഗായ്സ്. ഞാൻ കാണിച്ചിരിക്കും. ഞാൻ എന്താ കാണിക്കണം എന്ന് പറഞ്ഞോ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ വാ വാ. ഈ മിററിൽ നോക്ക്. നോക്കിക്കേ, രണ്ടുപേരും യെല്ലോ യെല്ലോ ഡേർട്ടി ഫെല്ലോ, വൈറ്റ് വൈറ്റ്. അതുകൊണ്ടല്ലേ കാണിക്കാന്ന് പറഞ്ഞത്. ഈ എന്തിനുള്ള പുറപ്പാടാ? നീ എന്തിനുള്ള പുറപ്പാടാ? ഒന്നുമില്ല. നമ്മൾ ഭയങ്കര മാച്ച് ആയിട്ടുണ്ടല്ലോ ഡ്രസ്സിങ്ങില്. യെസ്. അത് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കേണ്ട പ്രേക്ഷകർക്ക്. ഇത് എന്റെ പ്രേക്ഷകരാണ്, നിന്റെ പ്രേക്ഷകരല്ല. ഭയങ്കര രസമുണ്ട്. പക്ഷല്ല സൂപ്പർ സൂപ്പർ. അങ്ങനെ നമ്മുടെ ചെറിയൊരു കുട്ടി പർച്ചേസ് കഴിഞ്ഞ് നമ്മള് നേരെ വല്ലാത്തൊരു ശല്യം. എനിക്ക് നിന്റെ ഇതൊന്നും പുതിയ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾ തന്നെ പറയൂ എങ്ങനെയുണ്ട്? ഈ വണ്ടി വെച്ച് എടുക്കുന്ന തീരെ ഇഷ്ടപ്പെടുന്നില്ല. അന്ന് പിന്നെ ഇറങ്ങിക്കോ. നോക്കട്ടെ. ചെരുപ്പ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാ. ഇവൻ എന്തോ ഒരു പാന്റ് എടുക്കണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി ഇമ്പോർട്ടന്റ് ആയിരുന്നു. പക്ഷെ ഇവൻ ഡ്രസ്സിംഗ് റൂമിൽ പോയിട്ട് തിരിച്ച് ചെയ്യാൻ, ഐ മീൻ ഇവൻ വരുമ്പോ ഞാൻ നോക്കുമ്പോ ആളെ മാറി. ആരെങ്കിലും പറഞ്ഞുതരാം. റൂട്ട് വെരി നൈസ്. ഞാൻ ഇവിടെ എന്റെ ലാസ്റ്റ് കൊച്ചിയിൽ അവസാനത്തെ ദിവസമായിട്ട് എങ്ങനെ ഒരു നല്ലൊരു മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പകുതി വഴിക്ക് ഉപേക്ഷിച്ച എന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കി പിടിതട്ടിയൊക്കെ എടുക്കാന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്ക് ചെറുക്കന്റെ ഫുൾ ബോഡി ഷോ, ബോഡി വിത്ത് മസിൽ ഷോ. ലൊക്കേഷൻ ഞാൻ ലൊക്കേഷൻ ഒന്ന് ഇരട്ടെ. ഇനി ബാക്കി കഥകൾ അതിനുശേഷം. എനിക്ക് ആകെ ടെൻഷനാ വന്നു. എനിക്ക് വയ്യ, ഇതൊന്നും കണ്ടല്ലാട്ടോ ഞാൻ ടെൻഷൻ ആവുന്നേ. ഞാൻ 8 വർഷമായിട്ട് ആഗ്രഹിച്ചൊരു സാധനമാണ് നോസ്പിന് ചെയ്യാന്നുള്ളത്. സെക്കൻഡ് സ്റ്റഡ് കുത്തിയ സമയത്ത് ഉമ്മ എൻ്റെ അടുത്ത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സെക്കൻഡ് സ്റ്റഡും തേർഡ് സ്റ്റഡും ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് സെപ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 1.5 വർഷത്തോളം ഞാൻ അനുഭവിച്ചു. അതിനുശേഷം ഞാൻ എപ്പോഴും ഉമ്മൻ്റെ പുറകെ നടക്കും. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞത്, നീ എങ്ങനെ കല്യാണം കഴിച്ചിട്ട് ചെറുക്കം വേണമെങ്കിൽ പറയുകയാണെങ്കിൽ നീ കുത്തിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ എന്തായാലും കല്യാണം കഴിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇനി ഒരു ചെറുക്കം വരണവരെ കാത്തിരിക്കാനും എനിക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ യവനെയും കൂട്ടിക്കൊണ്ട് പോയിട്ടൊരു മോറൽ സപ്പോർട്ടിന് നോസ്പിന് അടിക്കാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു ബുഗാട്ടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉമ്മനെ വിളിച്ചിട്ട് ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഉമ്മനെ വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും ഉമ്മ വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു മൂഡിലായിരിക്കും പോയിരുന്നു ചെയ്യുന്നുണ്ടാവുക. സോ ബെറ്റർ ചെയ്തതിന് ശേഷം നമുക്ക് ഉമ്മനെ വിളിച്ചിട്ട് ചോദിക്കാം. അപ്പം നമുക്ക് കയറാം. 5 മണിക്കാണ് അപ്പോയിൻമെന്റ് വന്നിട്ടുള്ളത്. ഇപ്പം 5:03 അല്ലേ? ഷാർപ്പ് ടൈമിംഗ്. എന്നോട് നന്ദി പറ. 5:04 നന്ദി പറ. ഷാർപ്പ് ടൈമിംഗ്. നാളെ ഞാൻ പ്രഭാടിച്ച് ഇന്ന് എനിക്ക് പെയിൻഡേ എന്താവുണ്ടോ. നമുക്ക് മേഖലയിൽ കയറിയതിനു ശേഷം മറ്റുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ഞാൻ വരാം. ഒത്തിരി മേലെ പോണം തോന്നുന്നു. കയറണോ അല്ലേ? ഓട് റിങ്ങൊന്നും എനിക്ക് ചേരും തോന്നില്ല. അല്ലാത്ത നോസ്പിന് ഇത് അതിനുള്ളല്ലേ? ഇത് പിന്നെ ഇതാണ് ബേസിക് ആയിട്ട് വരിക. അതും അതിന്റെ സിൽവർ. പിന്നെ തിന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് വരും. ടാറ്റു അടിച്ചിട്ട് പോയാൽ മതിയേനു. ഞാൻ മൂക്കിൽ മാത്രമല്ല കുത്തുന്നേ, ഞാൻ വേറെ പല സ്ഥലത്ത് കുത്തുന്നുണ്ട്. ഞാൻ 8 വർഷത്തെ എൻ്റെ ആഗ്രഹം ഇന്ന് സബലീകരിക്കാൻ
പോകുന്ന നിമിഷത്തിൽ ഞാൻ മിസ്റ്റർ ഷെബിൻ ഷാഹുവിനോട് ചോദിക്കുന്നു, തനിക്ക് എന്റെ സ്പോൺസർ ആകാൻ പറ്റുമോ? മുക്കുത്തുന്നതിന്റെ ഏറ്റിരിക്കുന്നു. നിന്റെ ആദ്യത്തെ ആഗ്രഹമല്ലേ? ശരിക്കും അപ്രൂവ്ഡ്. അപ്പൊ എന്റെ മൂക്കുത്തി വിത്ത് മൂക്ക് കുത്തായി. ഏത് കാലത്ത് നീ മൂക്ക് ഏത് കാലത്ത് കഴിഞ്ഞാലും ഞാൻ ഇവനെ ഓർക്കണം. ഓർക്കും. അതാണ് എനിക്കിഷ്ടായി. ആ അറിയാലോ വേദന കുറക്കാനായിട്ട്. ഏതായാലും അറിയില്ലെന്നൊന്നുമല്ല, വേദന കുറയ്ക്കാൻ. മൂക്കുത്തി മാത്രമല്ല, ഞാൻ ബുഗാഡി ചെയ്യുന്നുണ്ട്. അതിന്റെ പൈസ ഇവരല്ല കേട്ടോ സ്പോൺസർ ചെയ്യുന്നത്, അത് ഞാൻ സ്വന്തമായിട്ട്. ബുഗാട്ടിയുടെ ഇവനാണ് എല്ലാം എല്ലാം കൂടെ ഒരു 4000 രൂപ അതിലൊന്നും ഇല്ല. ബുഗാഡി ഞാൻ സ്വന്തമായിട്ട് പൈസ. വേറൊരു കാര്യം ഞാൻ പറയാം, ഷെമിങ്ങാട്ടുപുറമായിട്ട് പറയുന്നല്ല, അത് നമ്മുടെ കണ്ടടിക്കണം അല്ലേ? അതൊരു ഈ ലുക്കൊന്നുണ്ടേ കാശ് നമുക്കൊരു വിഷയമല്ല, അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഇവിടെ 33 രൂപയ്ക്ക് കണക്കെടുത്ത് വെക്കാറുണ്ട്, അപ്പൊ കണക്കൊരു വിഷയമില്ല. വേറെ എന്ത് കട്ട് ചെയ്തില്ലെങ്കിൽ അത് കട്ട് ചെയ്യും. ഇവള് ഞാൻ എന്ത് കട്ട് ചെയ്യുന്ന പറയുന്ന എല്ലാം ഇവിടെ ഇടും. ഇതെന്തായാലും ഇട്ടിരിക്കണം. ശരി എന്നാ പോയി വരാം. കൊറേ ദിവസമായില്ലേ? ഇവിടെ ട്രൈപോഡ് വല്ലതുണ്ടോ ഫോൺ പ്ലഗ് ചെയ്യാൻ? ഞാനിതിൽ എടുക്കുന്നില്ല, ഞാൻ കുത്തിക്കഴിഞ്ഞിട്ട് വരാം, അതെല്ലാവർക്കും നല്ലേ. അങ്ങനെ ഞാൻ ആ വേദന സഹിച്ച് കടിച്ച് പിടിച്ചിരുന്നിട്ട് മൂക്ക് കുത്തി. ഗൈസ്, ഇത്രയും എന്തേ വൈകിപ്പോയി എന്നുള്ളത് ഞാൻ എൻ്റെ അടുത്തൊരു 350 വട്ടം ചോദിച്ചു. ഞാൻ ഇത് മാത്രമല്ല, ബുഗാഡി അടിച്ചിട്ടുണ്ട്, എൻ്റെ കിളിവാറി ഇരിക്കുക. ഞാൻ എന്തായാലും ഒരു ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത്, ആ സാധനം ഞാൻ എന്തായാലും ഷെയർ ചെയ്യാട്ടോ. കാരണം ഈ വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം ഈ വേദനയുടെ ഇടയിൽ ഉറപ്പായിട്ടും എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇത് ഓഫാക്കി വെച്ചു. പുറത്തിറങ്ങിയിട്ട് ബാക്കി പറയാം. എമൗണ്ടും കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് നോക്കട്ടെ. ബുഗാട്ടിക്ക് ഒരാളെ കൂടെ സെറ്റ് ആക്കായിരുന്നു. സ്പോൺസറിനെ ഒരിക്കൽ കൂടെ കാണിച്ചുകൊണ്ട്, അതായത് ഇവളുടെ 8 വർഷത്തെ ആഗ്രഹം സഫലീകരിച്ചാല് വന്നിട്ടുണ്ട് കേട്ടോ. മൂക്കുത്തിന്റെ എക്സ്പീരിയൻസ് ഞാൻ അവനോട് തന്നെ ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു എന്നോട് എന്റെ കൂടെ ഉള്ള എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ട്. ഒന്നും ചെയ്യൂല, ഇനി ആവർത്തിക്കാനാണ്. ഒന്നും എടുക്കാനില്ല, ഞാൻ വെറും കൈയുടെ ഇങ്ങോട്ട് വന്നേ. സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് ഞാനുള്ള സമയത്ത് വേറെ ആരും ഇല്ലാത്തോണ്ട് ഞാൻ കരഞ്ഞു മെഴുകുന്ന ആരും കണ്ടില്ല. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് അങ്ങോട്ട് പറക്കാൻ തോന്നുന്നു. ഭയങ്കര രസമുണ്ടല്ലടാ. എനിക്ക് ചെവി കാണിക്കാൻ പറ്റുന്നില്ല, ചെവി ഇങ്ങനെ നീറി പുകയുന്നു, മുളക് പൊടി തേച്ചണക്കുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് അവതരിപ്പിക്കുന്നു, എൻ്റെ മാതാശ്രീനെ വിളിച്ചിട്ട് മൂക്ക് കുത്താൻ പോവുകയാണ് എന്ന് പറയുക. എന്താ ഉമ്മയുടെ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം ലൈവായിട്ട്. എടുക്കലോ ഉമ്മ ചിലപ്പോ നിസ്കരിക്കാൻ കയറിയിട്ടാവും. ഹലോ മമ്മി. സിസി ഹലോ. ഉമ്മ എവിടെ? ഒന്ന് ഫോൺ എടുക്കോ മമ്മിയുടെ അടുത്ത്. ഹായ് മമ്മി. സുഖം. എന്ത് ചെയ്യുന്ന? ചായ ഒക്കെ കുടിച്ചോ? പിന്നെ അമ്മ, ഞാനേ നാളെ എന്തായാലും കേറുവല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ച് ഇച്ചിരി മൂക്കുത്തിയിട്ട് കേറാന്ന്. വേറെ ജോലി ഇല്ലേ നിനക്ക്? ഹറാമാണ് പറഞ്ഞു കേട്ടാ അതൊക്കെ. ഞാൻ പലപ്പോഴും പറയുന്നു, നാളെ മാഷാലിൽ പോകുമ്പോ മൂക്കിൽ കയറ് ഇട്ട് ഇളുക്കും, ഇളുത്ത് കൊണ്ടുപോകും. മമ്മി 8 വർഷമായില്ലേ ഞാൻ ഇത് ചോദിച്ചോണ്ട് നടക്കുന്നത്. നീ 8 വർഷമായെങ്കിൽ പോട്ട്, നീ മൂക്ക് കുത്തുന്ന അങ്ങനെ ഉണ്ടെങ്കില് പിന്നെ അതേ ഒട്ട് മൂക്കുത്തി വാങ്ങിച്ചിട്ട് ആശയെങ്കില്, അല്ലാതെ നീ കുത്തല്ലേ അവിടെ.
എന്താ മമ്മി ഇത്ര കൊല്ലായിട്ട് ഉമ്മ മാറിയെന്ന് ഞാൻ വിചാരിച്ച്. ഉമ്മ മാറിയില്ലേ ഉമ്മ? ഇല്ല അത് അങ്ങനെ അനുവദനീയമല്ലാത്ത നമ്മൾ ചെയ്യരുത്. അതങ്ങനെ അത് വേണ്ട വിലക്കപ്പെട്ടതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് വാ. നല്ല കെട്ട കാര്യങ്ങളെല്ലാം അങ്ങോട്ട് തൂത്തുവാരി കളഞ്ഞിട്ട് നല്ലതെല്ലാം ചെയ്യും. ലോകം അവസാനിക്കാൻ പോണം. അതിന് മുന്നേ എന്റെ ഈ ആഗ്രഹം ഞാൻ സാക്ഷാത്കരിച്ചോട്ടെ മമ്മി. അല്ല എനിക്കത് ശരിയല്ല. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാനതിന് എതിര്. പണ്ടെല്ലാം മൂക്കുത്തിയ പാത്തുമാത്തായും വലിയ അത്തായും എല്ലാരും അതെല്ലാം കളഞ്ഞുമായും കളഞ്ഞതല്ല. അത് ഹറാമെന്ന് അറിഞ്ഞതിന് ശേഷം അവർക്ക് ബോധം വന്നപ്പോഴത്തേക്ക് അവരതൊക്കെ മൂടിക്കളഞ്ഞു. ഇപ്പോഴല്ല. അതാണ് നമുക്ക് പാടില്ലാത്തത്. ഇപ്പൊ കാത് നിറയെ മൂക്ക് നിറയെ നാക്കിടി മുഖത്ത് എല്ലായിടത്തും കുത്തി വെച്ച് തൂക്കിയിടണം. നിനക്കിപ്പൊ തോന്നും കുത്തണമെന്ന്. പിന്നീട് ആകുമ്പോഴത്തേക്ക് അതൊരു വൃത്തികേടായിട്ട് തോന്നും നമുക്ക്. വായ് മമ്മി വായ്. മരിച്ചു പോണ്ട മനുഷ്യരല്ലേ മമ്മി? എനിക്ക് അറിഞ്ഞില്ല. ഇസ്ലാമികമല്ല എന്ന് പറയുന്നത് എന്തോന്ന് ജോലി അറിയത്തിരുന്നിരിക്കുന്നത്. ഹദീസ് ഉണ്ടോ? എന്തോ ഉമ്മ എന്തൊക്കെയോ ഹദീസ് പറയുന്നുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. ഉമ്മാരെ എത്ര അറിവൊന്നും എനിക്കില്ല. എനിക്ക് ചെറിയ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ആ ശരി ഉമ്മ വിളിക്കാം. ശരി എന്നാ. ഓക്കെ. ഇതുള്ള കാര്യം ഞാൻ പറയട്ടെ, ഉമ്മ എടുത്തിട്ടല്ല, ഒരു സംശയം വേണ്ട അതിൻ്റെ. ഞാൻ എന്ത് ചെയ്യുമല്ലയാ? തെറ്റൊന്നും ഇതില്ല. ഇതിൻ്റെ ഇസ്ലാമിക വീക്ഷണം എന്താ ഈ മൂക്കൂത്തുന്നതിനെ കുറിച്ച്? എന്താ പ്രശ്നം? എനിക്ക് അറിയാൻ പാടില്ല. അല്ല ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് അതിൻ്റെ എനിക്കൊന്ന് യൂട്യൂബിൽ നിന്ന് സെർച്ച് ചെയ്യട്ടെ. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞില്ലേ? ഇനി എന്തെങ്കിലും വിഷമിക്കാനൊന്നുമില്ല. ഇതിൻ്റെ തത്വമില്ല ഹറാം എന്താണെന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. ഒരുപാട് പേര് മൂക്കൂത്തി ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ഇസ്ലാമിക വീക്ഷണത്തിൽ വളരെ നല്ല ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരുപാട് ഫാമിലിയിൽ നിന്ന് ഞാൻ കുത്തി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ എനിക്കിത് വലിയൊരു തെറ്റ്. എന്താ ഉമ്മ ഇത്രയും ഞാൻ പറഞ്ഞില്ല. ഞാൻ അതുകൊണ്ടാ ചെയ്തിട്ട് ഉമ്മനെ വിളിച്ചത്. എന്നിട്ട് ഉമ്മ സമ്മതിച്ചില്ല. എനിക്കറിയത്തില്ല എന്താണ് ഇതിനെ കുറിച്ച്. ഞാൻ പഠിക്കട്ടെ, നോക്കട്ടെ ഒന്ന്. സമാധാനം കിട്ടുന്നില്ല ഉമ്മ അടുത്ത് സംസാരിച്ചതിന് ശേഷം. എന്താ അങ്ങനെയൊക്കെ ഉമ്മ പറഞ്ഞോണ്ടേ ഈ വീഡിയോ ഞാൻ എന്തിനെടുത്തു പോസ്റ്റ് ആക്കണ്ടേ? മമ്മി കാണില്ലേ? ഷുഗർ കുറച്ചിട്ട് ഇവിടെ ഒരു ചായ കുടിക്കാൻ അല്ല കോഫി കുടിക്കാൻ വേണ്ടി വന്നതാ. കലൂര് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടാ. ഇങ്ങോട്ട് വാ. ഭയങ്കര സുന്ദരമായിട്ടുണ്ടല്ലേ? എന്റെ ഇവിടെ ചായ കുടിക്കാൻ വന്ന ചെറുപ്പക്കാരനെ കാണാനില്ലായിരുന്നു കുറച്ചു നേരത്തേക്ക്. ചെന്ന് മേടിക്ക്, നിന്റെ കോഫി മേടിക്കടാ. അയ്യോ എനിക്ക് എവിടെ നിന്നൊക്കെയോ വേദനിക്കുന്നു. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സ്റ്റുഡിയോയിൽ കയറിയ സമയത്ത് കുറച്ച് ലിപ്സ്റ്റിക് അവിടെ നിന്ന് പറക്കിയിട്ടതാ. ഈ ലിപ്സ്റ്റിക് തീരുന്ന എനിക്ക് വീടെത്തണം. എനിക്ക് വേറെ കുറച്ച് പ്ലാനൊക്കെ ഉണ്ടായിരുന്നതാ. എനിക്ക് പെഡിക്യൂർ ചെയ്യണമായിരുന്നു. വേറെ എന്തോ ഒരു ആവശ്യം കൊണ്ട് എനിക്കുണ്ടായിരുന്നു. എനിക്കിപ്പോൾ മറന്നുപോയി. തൽക്കാലം ഞാൻ നേരെ റൂമിൽ പോകാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നു. പാക്ക് ചെയ്യണം. രാവിലെ ഫ്ലൈറ്റ് ആയതുകൊണ്ട് അവിടെ ഒരു 9 മണിക്ക് എത്തണം എയർപോർട്ടിൽ. അപ്പം ഞാനൊരു 7 മണിക്കെങ്കിലും എണീക്കണം. ഞാനൊരു ബ്രെഡ് പോക്കറ്റ് ഷവർമ വാങ്ങിച്ചിട്ടുണ്ട്. വൈകുന്നേരത്തെ പ്ലാൻ വേറെ ആയിരുന്നു ആക്ച്വലി. പുട്ട് മേടിക്കാന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ നമ്മള്. കഴിക്കോ? തീർച്ചയായിട്ടും. മഴ കഴിഞ്ഞ ഒരാഴ്ചയും ഈ മഴ കാരണം റൂമിൽ നിന്ന് വെളിയിറങ്ങിയിട്ടില്ല. അല്ലേ ചോദിച്ചത് വേണോന്ന്? ചോദിച്ചതാ മര്യാദയ്ക്ക് വേണോന്ന്. ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മോഹം, ഒരു പടം കാണാൻ വേണ്ടി. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് ഞങ്ങളുടെ ലാസ്റ്റ് മൂവി, നാളെ പോകുന്നത് കൊണ്ടുള്ള ലാസ്റ്റ് മൂവിയാണ്, സ്പൈഡർമാൻ കാണാൻ വേണ്ടി ഇവിടെ മാളിലെത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ പാവം കൊച്ചിന് ഉടുപ്പ് നോക്കിക്ക് അയ്യോ പാവം പാൻറ് മാറ്റിയത് ഞാൻ എന്തോ കറാക്കി കൊടുത്തത് പറഞ്ഞിട്ടാണ്. എന്നിട്ട് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് സങ്കടമുണ്ടോ? സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും പാവം ഒട്ടും പ്രതീക്ഷിച്ചിട്ടാവില്ല. വേണ്ടത് എവിടെയാണെങ്കിലും എത്ര ഉടുപ്പ് മാറ്റിയാലും ആകും. മനസ്സിലായോ? ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡ് മണിവണ്ണമ്മ പുതിയ ലിപ്സ്റ്റിക് എടുത്തു. ഞാനിപ്പം ഇവിടെ പർപ്പിളാണ് നിൽക്കുന്നത്. പർപ്പിൾ ചുമ്മാ കണ്ടപ്പോൾ മൂവിക്ക് ഇന്ന സമയമുണ്ടല്ലോ, അപ്പം എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തതാണ്. പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ ഓടി കയറട്ടെ
സ്പൈഡർമാൻ കാണാൻ, അതും മലയാളത്തില്. ഞങ്ങൾ ഇത്ര ദിവസം കാണാതിരുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. ഇവൻ ഇംഗ്ലീഷ് അറിയാൻ പാടില്ല, ഞാൻ പിന്നെ സബ് ടൈറ്റിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. ചുമ്മാ എനിക്കെന്തോ ഇംഗ്ലീഷ് പടം കാണുന്നതിൽ വലിയ താല്പര്യം പോലെ, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇത്ര ദിവസം കാണാത്തത്. ഫൈനലി മലയാളം കിട്ടിയപ്പോഴത്തേക്ക് നേരെ സെൻട്രൽ സ്ക്വയർ മാളിലോട്ട് വന്നു. മൂവി ഇപ്പൊ തുടങ്ങും, അതിന് മുമ്പ് ഓടിപ്പോട്ടെ ഞങ്ങൾ. ഇവിടെ സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫർ ഉണ്ട് അത്ര 450 ഇതിൽ ഏതെങ്കിലും ഐറ്റം നമുക്ക് ഉറപ്പായിട്ടും കിട്ടുമെന്ന് പറയുന്നത്. 499 എടുത്താലോ? അതെ. നീ 499 എടുത്തത് അല്ല, അത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒന്ന് മനസ്സിലായില്ല. ഇത് ഈ സ്ക്രാച്ച് കാർഡ് എടുക്കാൻ പറ്റും. ഇത് 499 ഇതിലേതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു product എന്തായാലും എടുക്കാം, നോക്കാം. ഭാഗ്യമുണ്ടോ അല്ല പഠിച്ചോനെ, ഈ ചെറുക്കനിക്ക് ഭാഗ്യമുണ്ടോന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് വേണം. ഇല്ല പറ്റത്തില്ല, ഇത് എനിക്കുള്ളതാ, നടക്കൂല. ഇല്ല നടക്കൂല. അപ്പൊ ഞാൻ എടുക്കാം, ഒന്നേ എടുക്കാൻ പറ്റോളെ. പറ്റത്തില്ല, ഇല്ല ഞാൻ തരൂല. 100% ഇത് കൊണ്ടുപോയിരിക്കും. ഇല്ല തരൂല. 2698 രൂപ 499 മുറിക്കപ്പോ. അല്ല, അത് ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത സാധനത്തിന്റെ റേറ്റാ. ഓക്കെ മനസ്സിലായി. അത് ഗൂഗിൾ പേ. ഞാൻ നോക്കട്ടെ ഇവന് ഭാഗ്യമുണ്ടോന്നോ. ഇല്ലെങ്കിൽ ഈ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തും. എന്നിട്ട് തൊറ്റുമ്പോ ഇവരെ കൊണ്ട് പഠിപ്പിക്കും. വേണ്ടേനു ഇത് തന്നെ അവൻ പറഞ്ഞ അത് തന്നെ കിട്ടിയില്ലേ. കെട്ടിക്കോ. അതെ, സങ്കടമൊന്നും ഇല്ല. എന്നാലും ജസ്റ്റ് 499 നമുക്ക് 200 രൂപയുടെ ഇതിലൊരു വാച്ച് കിട്ടിയിട്ടുണ്ട് നമുക്കല്ല ഇവന്. എനിക്ക് 450 എപ്പ തരും? ഇത് നാളെ. എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടപ്പോ ഞാൻ ആകെ ആള് മാറിയില്ലേ. ഇത് ഇതിങ്ങനെയുണ്ട്, സൂപ്പർ. നാളെ എനിക്ക് മാറാനുള്ള എല്ലാ സൗകര്യം ഒരുക്കി തന്നെയല്ലേ. ഇത് എടുക്കേണ്ടതാ. അതെ ഇവന് ഒട്ടും ഭാഗ്യമില്ല. ഞാൻ ഇവനെ കളഞ്ഞിട്ട് പോട്ടെ. അല്ല, ഞാൻ ഇത് കൊണ്ടുപോകും, വേറെ ഒന്നും ചെയ്യത്തില്ല. ഇത് വേറെ കൊണ്ടുപോകാം. ആ ബോക്സ് ഒന്ന് പറഞ്ഞത് വാച്ച് കാണാൻ. വാച്ചിന്റെ വാച്ചില്ല, അപ്പൊ ഉള്ളതിനെ കൊണ്ടുപോകാം. ശരി ചേച്ചി, കാണാം കേട്ടോ. എടാ ഇങ്ങോട്ട് വേണം, നാണം കെടുത്തല്ലേ എന്നെ. ഇങ്ങോട്ടോ, അതെന്ത് വരുന്നത്? അത് എന്താന്ന് പോലും അറിയത്തില്ല. പാക്കറ്റ് എടുത്തോണ്ട് ഓടുക. എന്താണെന്നാ ഇതെന്താ ഇതെന്തിനാ നിനക്ക്? എനിക്കത് ആവശ്യമുള്ള നനഞ്ഞു കഴിയുമ്പോ എനിക്കൊന്ന് മൂടിയത് ഈ സൈഡ് ഒന്ന് സെറ്റ് ചെയ്യണമെങ്കിൽ അതുള്ള വാങ്ങാനല്ല. നിനക്ക് ഇതിനിപ്പോ എന്ത് കിട്ടിയാലും കിട്ടുമോ? കാത്തിരുന്ന് കാണാൻ. ഫൈനലി ഗോട്ട് ഇറ്റ്. സന്തോഷമായോ ഭാവിക്ക്? നിനക്ക് അങ്ങോട്ടെങ്കിലും എനിക്ക് സന്തോഷമായി. അത് വീട്ടിൽ പോയി സെറ്റാക്കാൻ മൂവി തുടങ്ങാനായി. 3 മിനിറ്റേ ഉള്ളൂ ഇനി. അത് തന്നോളൂ. താങ്ക് യു. 499 രൂപ മുടക്കി 2500 രൂപ വാച്ച് ഇട്ടിട്ടുണ്ട്. അല്പം അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കുട പിടിക്കുന്നു. കുട ആര് നീ കൊണ്ടുവരും? നമ്മൾ ആക്ച്വലി 3D ആണ് കാണാൻ വന്നേ. ആനിവേഴ്സറിക്ക് വേണ്ടി ഒന്ന് മലയാളം, സ്പൈഡർമാൻ മലയാളം, രണ്ടാമത്തെ 3D. ഇത് ഞാൻ മറക്കാതിരുന്ന ആ ബർത്ത്ഡേക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരാൾ 3D കണ്ണട വെച്ചിരിപ്പുണ്ട്. ചിന്തൻ ലുക്ക് ഞാൻ കണ്ണാടി വെച്ചിട്ട് ഞാൻ തുടങ്ങിട്ടേ വെക്കൂ. എന്നെ നിനക്ക് ഓർമ്മയുണ്ടാവില്ല, പക്ഷെ ഞാൻ പറയാൻ പോകുന്ന കേട്ടാ എനിക്ക് ഭ്രാന്തുണ്ടോ എന്ന് നിനക്ക് തോന്നിയെന്ന് വരാം. അയ്യോ, നമ്മളെ കാണുന്നില്ല. സൂപ്പർ ഏട്ടാ. പറയാണ്ടൊരു ഇന്റർമിഷൻ. ഇഷ്ടപ്പെട്ടോ? ഭയങ്കര റേറ്റ് അല്ലേ ഇവിടുത്തെ ടിക്കറ്റിന്? 400 താഴെ. രണ്ടെണ്ണത്തിന് കൂടിയോ? ഒരെണ്ണത്തിനല്ലേ? Just a Coke. Stop the show. ചെറിയ തിങ്സാ. പക്ഷേ ഈ ലോക്കൽ സാധനം റെഡിയാക്കി മലയാളം മൂവി എങ്ങനെ കഴിഞ്ഞു? നമ്മൾ ആദ്യം വേറെ വഴി കൂടെയാണ് പോയത് കേട്ടോ. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇവൻ എന്തിനാ ഇതിന്റെ ഇടക്കിടന്ന് ഉറങ്ങിയെന്നാ? അത് പീറ്റർ പാർക്കർ മറ്റേ അവളുമായിട്ടുള്ള പ്രണയങ്ങളൊന്നും എനിക്ക് കാണാൻ ഇഷ്ടമില്ല. ഇടിയും വെടിയും, ഞാൻ ഇടിയും വെടിയും മാത്രം കാണാൻ പോയതാ. ഇത് നമ്മൾ തിരിച്ചു കൊടുക്കണോ? TVR വേണ്ട, TVR വെച്ച് നോക്കുന്നേ. ഓക്കെ, അങ്ങനെ നമ്മുടെ മൂവി പ്ലാൻ ഇവിടെ കഴിഞ്ഞു. കഴിക്കാ പോവാ, ഇനി ഫുഡ് കഴിക്കാം, ദെൻ ഉറങ്ങാം.
അല്ല പാക്കിംഗ് ഉണ്ട് എൻ്റെ. നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ല പാക്ക് ചെയ്യാൻ? അവരെ കൊണ്ട് മാക്സിമം പണിയെടുപ്പിക്കാം. ഇന്നലെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയതായിരുന്നു തിയേറ്ററിൽ. പിന്നെ ഫുഡ് കഴിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ഒത്തിരി ലേറ്റ് ആയപ്പോഴത്തേക്കും ഞങ്ങൾ കഴിക്കാൻ ഉദ്ദേശിച്ച ഷോപ്പുകാര് പാത്രം കഴുകി വെച്ച് ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ഷട്ടർ കിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ രാത്രി ഫുഡൊന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇവൻ എന്നെ പാക്കിങ്ങിന് ഹെൽപ്പ് ഒന്നും ചെയ്തില്ല. ഞാൻ ഒറ്റയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലാതെ ഒറ്റയ്ക്കാണ് എല്ലാ പണികളും എടുത്തത്. ഞാൻ ഇങ്ങനെയെല്ലാം പറയുമ്പോഴത്തേക്കും എങ്ങനെ സാലഡ് ആയിട്ടിരിക്കാൻ വേണ്ടി തോന്നുന്നു. നീ പോകുന്ന സമയത്ത് നിന്നെ കുത്തണ്ടല്ലോ, കുത്തുന്ന ഓർപ്പിക്കണ്ടല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് മാത്രം. ഡീസൻസി തന്നെ, ഇത്രയും ഡീസൻസി നീ എവിടെയോടെ കണ്ടിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ ഈ ഡീസൻസ് സെക്കൻഡ് ഒന്ന് കാണിച്ചതാവേ. പല്ല് പോലും തേച്ചിട്ടില്ല. ഞാൻ വിളിച്ച പാടെ ഓടി എണീറ്റ് വന്നതാ. കാണിക്ക് മുഖം നോക്കി. പല്ല് തേക്കാഞ്ഞിട്ടും കുളിക്കാഞ്ഞിട്ടും മുഖം കഴുകാഞ്ഞിട്ടും ഇത്രയും ലുക്ക് ആണെങ്കിൽ അപ്പൊ നമ്മൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവൻ ഇന്ന് റഫായിട്ട് ഒരുങ്ങിയെടുത്ത് വന്ന വേറൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇതുപോലെ ഇതേ സമയം ഇവൻ എന്നെ ഓടിപ്പിടിച്ച് കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതേ അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തോളാം. അപ്പൊ ഞാൻ അതേ സ്പീഡിൽ തിരിച്ചു വന്നത് കൊണ്ട് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നാളെ എന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ തിരിച്ചു വരുന്നില്ല, നിന്നെ പിക്കാക്കിട്ട് വരും. എന്തായാലും നിന്റെ പോക്ക് നടക്കൂല, അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ ഇന്നെങ്കിലും ദുബായി തിരിച്ചു പോകുന്നുള്ളത് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. കാരണം ആകാശത്തിന്റെ ഒക്കെ ഒരു കാണുന്നില്ല, നീ ആകാശത്തിന്റെ മുഖഭാവം നീ കാണുന്നില്ലേ? ഇവന്റെ ഈ പറച്ചിൽ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അല്ല, അതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറയട്ടെ. ഈ സമയത്ത്, അതായത് ഈ മഴക്കാലത്ത് യാത്രകൾക്ക് അനുകൂലമല്ല പൊതുവെ. അതിപ്പോ ട്രെയിൻ ആയിക്കോട്ടെ പ്ലെയിൻ ആയിക്കോട്ടെ, രണ്ടാണെങ്കിലും യാത്രകൾക്ക് അനുകൂലം. എന്നിട്ടും താങ്കൾ ഈ കാലാവസ്ഥ നിരീക്ഷകനാണോ? കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ ഞാൻ 4 പ്രാവശ്യം ജോലി ചെയ്തിട്ടുണ്ട്. എന്തിനായിരുന്നു? നമുക്കത് പിന്നെ പറയാം, നമ്മൾ ആലോചിക്കണമല്ലോ. നേരെ സമയം എടുക്കാൻ അത്ര അപ്പം ഞാൻ ഇറങ്ങുവാണ് ഗൈസ്, എല്ലാവരും പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ അവിടെ എത്തി 2 ആഴ്ച കഴിഞ്ഞിട്ടല്ലാണ്ട് ഈ വീഡിയോ എനിക്ക് തോന്നില്ല. കാരണം എൻ്റെ മൂക്കത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. 2ാമത്തത് ഞാൻ അവിടെ ഇപ്പോൾ എത്തുന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല. എന്നാലും നോക്കട്ടെ. എത്തിയതിന് ശേഷം എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാനുണ്ട്. എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു കഴിഞ്ഞൊരാഴ്ച. ഞാൻ ഫ്ലൈറ്റ് മേലോട്ട് കയറ്റിയിട്ട് താഴോട്ട് ഇറക്കിയത് എനിക്ക് ഭയങ്കരമായിട്ട് കൊച്ചർക്ക. അപ്പം ടാറ്റ ഗൈസ്. ഞാൻ എയർപോർട്ട് രംഗങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരണം എയർപോർട്ടിൽ കുറച്ച് ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനുകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു ഗൈസ്. ടാറ്റ, ബൈ ബൈ, അസ്സലാമ.